കോൺഗ്രസിനെ വെട്ടിലാക്കി രാഹുലിന്റെ വിശ്വസ്തൻ സാം പിത്രോഡിയുടെ വംശീയ പരാമർശം. രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയെന്നും ദക്ഷിണ ഭാരതത്തിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയെന്നുമായിരുന്നു സാം പിത്രോഡിയുടെ പരാമർശം. വംശീയ പരാമർശത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സാം പിത്രോഡ രാജിവെച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപനാണ് ചേരുന്നത്. നന്ദൻ, വിശദാംശങ്ങൾ. കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ വിശ്വസ്തൻ സാം പിത്രോഡി. സാം പിത്രോഡിയുടെ വംശീയ പരാമർശം രാജ്യത്താകെ ആളിപ്പടരുന്നൊരവസ്ഥയുണ്ട്. നന്ദഗോപനുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, വിശദാംശങ്ങൾ. അതിന് സാം പിത്രോഡി എന്ന ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതായത് ഭാരതത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും അതേപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും പടിഞ്ഞാറ് വശത്തുള്ളവർ, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ അറബികളെ പോലിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശം, വർഗീയ അല്ലെങ്കിൽ ഒരു വംശീയ പരാമർശമാണ് സാം പിത്രോഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത്. പ്രത്യേകിച്ച് BJP ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇത് കൃത്യമായ വംശീയ പരാമർശമാണ് എന്നുള്ള കാര്യങ്ങൾ തുറന്നുകാട്ടി. മാത്രമല്ല, അല്പം മുമ്പ് CPIയുടെ രാജയുടെ പ്രതികരണം പോലും ഈ ഒരു വിഷയത്തിലുണ്ടായി. നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് CPI. ഈ ഇന്ത്യ സഖ്യത്തിലുള്ളവർ പോലും സാം പിത്രോഡിയുടെ ഈ പ്രസ്താവനയെ തള്ളിപ്പറയുന്ന സ്ഥിതിവിശേഷമാണ് നിലനിന്നിരുന്നത്. ഒടുവിൽ മറ്റ് നിവർത്തികളൊന്നുമില്ലാതെ കോൺഗ്രസ് സാം പിത്രോഡിയോട് രാജി ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരമൊരു പരാമർശം നടത്തിയത് അത് ഉചിതമായില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് അത്തരമൊരു പരാമർശം അത് സ്വാഭാവികമായും ഒരു വംശീയ പരാമർശമായി തന്നെ അത് വ്യക്തമാകും. അതിനാൽ തന്നെ ഇത്തരമൊരു പരാമർശത്തെ പിന്തുണയ്ക്കുന്നത് അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും. മാത്രമല്ല, ഇത് ആദ്യമായിട്ടല്ല സാം പിത്രോഡിയുടെ പരാമർശങ്ങൾ വിവാദമാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.